കിൻഷ, മൈൽ സ്റ്റോൺ റൗണ്ടിൽ തകർക്കാൻ പറ്റിയോ? പറ്റിയെന്ന് തോന്നുന്നു. പറ്റിയോ? മൈൽ സ്റ്റോൺ റൗണ്ടിൽ നല്ലൊരു മയിലിനെ മാതിരി ഉണ്ടെന്ന് കാണാൻ. നോക്കിയ ആ കോമ്പിനേഷൻ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്റെ സുന്ദരി അസലായിട്ട് പാടി. താങ്ക് യു മാം. എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു സമയത്ത്. കിൻഷ ശരിക്കും എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി. അതെ, നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ ഇംപ്രൂവ്മെന്റ്. കാരണം എനിക്ക് തോന്നുന്നു ഗ്രൂമേഴ്സ് എല്ലാം കേട്ടിട്ട് ഇവർക്ക് എല്ലാ രീതിയിലുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ആ ഒരുപാട് ഷാർപ്പിലോട്ട് നിൽക്കുമായിരുന്നു, പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് കളിക്കാൻ തുടങ്ങി, പിന്നെ കുറച്ച് ഫ്ലാറ്റായി, ഇപ്പോഴാണ് ഒന്ന് സ്റ്റഡി ആയത്. നന്നായിരുന്നു. അടിപൊളി. വേണുചേട്ടാ, നിദാനമായി സ്വസ്ഥമായി ശ്രുതിയിൽ ലയിച്ച് വിത്ത് ഭാവം പാടി. കൂടുതൽ എന്ത് വേണം? ഒന്നും വേണ്ട. സുപ്പീരിയർ. പ്രമാദം. കിൻഷ, അപ്പൊ എന്താ നമ്മുടെ സെമി ഫൈനലിലെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ഒരു തിരിച്ചുവരവ് നടത്തി. ഈ ഒരു ഇംപ്രൂവ്മെന്റ് കിൻഷിങ് വാ. ഹാപ്പി ആയോ? ഇത്തരത്തിലുള്ള മൊമെന്റ്സ് ഉണ്ടല്ലോ, കാരണം അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ്, അവര് എടുക്കുന്ന ആ ഒരു ഹാർഡ് വർക്ക്, അതിനുവേണ്ടി കൊടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ നമുക്കാണ് സന്തോഷം. സത്യം. കിൻഷ ഉമ്മ ഉമ്മ ഉമ്മ. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഷോയുടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്, ഒരു മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ വീക്കിൽ നിന്ന് ആ 4th വീക്കിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും ഇവരുടെ ഒരു കുതിപ്പുണ്ട്. ആ കുതിപ്പിനാണ് കൈയടി അല്ലേ? അവര് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഇവർക്കും ഞങ്ങൾക്കും കാണാൻ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഫൈനൽ ലാപ്പിലോട്ട് കടക്കുവാണ്. ഫിനാലെയാണ് നെക്സ്റ്റ് വീക്ക്. നമ്മുടെ സെമി ഫൈനലിൽ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇടയിൽ ഒരു ചെറിയൊരു എലിമിനേഷൻ ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂളായിട്ടിരുന്നോളൂ കേട്ടോ. താങ്ക് യു.